എനിക്കിപ്പോ ജാനേമനിൽ സജിൻ വരുമ്പോ ഒരു ഈ പറയുന്ന ഒരു ഗുണ്ട സജിയേട്ട ഇവിടെ സേഫ് അല്ല എന്നൊക്കെ പറയുന്ന ആ റോളാണല്ലോ. സജിൻ ഒരു സാധാരണ അങ്ങനത്തെ ചെറിയ റോളൊക്കെ ചെയ്യാൻ വരുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടത്. പക്ഷെ ഇയാൾ നന്നായി ചെയ്യുന്നുണ്ടല്ലോ. സ്ക്രീനിൽ മറ്റേ ശരത് സഭേനെ പിടിച്ചിട്ട് എന്താടാ നിന്റെ പ്രശ്നം എന്താ എന്നൊക്കെ ചോദിക്കണതിനൊക്കെ നല്ല ഹ്യൂമർ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സാധാരണ പോലെ അല്ല ഇയാൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചുരുളി വരുന്നു, പിന്നെ ഇത് നമ്മുടെ രോമാഞ്ചം വരുന്നു. രോമാഞ്ചത്തിലും ആളുടേതായിട്ടുള്ള ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. കിട്ടിയ അവസരങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു നല്ല ആക്ടറിന്റെ ട്രൈറ്റ് ആണല്ലോ. അതിനുശേഷം അംബാനും കൂടെ വന്നപ്പോൾ അത് പൂർത്തിയായി. കാരണം അംബാൻ വേറെ ലെവലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് ഭയങ്കര കൾട്ട് ക്യാരക്ടർ ആയിട്ട് മാറി. ശ്രദ്ധിക്കുക അംബാനെ ശ്രദ്ധിക്കുക, അംബാനെ അതൊന്ന് ഓഫാക്ക് എന്ന് പറയുന്നത് നമ്മുടെ പോപ്പ് കൾച്ചറിന്റെ ഭാഗമായിട്ട് പാൻ ഇന്ത്യൻ പോപ്പ് കൾച്ചറിന്റെ ഭാഗമായിട്ട് അംബാൻ മാറി. അപ്പൊ അത് കിട്ടിയ അവസരങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക, അങ്ങനെ ജനങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങനെ ഇറങ്ങി ആൾക്കാരുടെ ഇഷ്ടം കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് തീർച്ചയായിട്ടും സജിൻ ഒരു യുണീക്ക് ആയിട്ടുള്ള ആക്ടർ ആയതുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. സജിൻ ചേട്ടൻ ഇവിടെ കരയുന്നു. എനിക്ക് വേണം, എനിക്ക് മുന്നോട്ട് കുറെ പോകാനുള്ളതാ. കിഡ്നി റൗണ്ട് ബ്രെയിൻ ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല, വേറെ ലിവർ.